വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഗായികയായും അവതാരികയായും നടിയായും മലയാളി മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി. പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. താരത്തിന്റെ മേക്ക് ഓവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകർ ഏറെയാണ്. റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലാകാറുമുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു റിമി ടോമിയുടെ 41ാം പിറന്നാൾ. ഇപ്പോഴത്തെ തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് താരം. വളരെ പെട്ടെന്നാണ് വീഡിയോ വൈറലായി മാറിയത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള സിറ്റി പാലസിലായിരുന്നു റിമിയുടെ ബർത്ത്ഡേ ആഘോഷം കെങ്കേമമായി നടന്നത്. സഹോദരി റിനുവിനും അവരുടെ 2 മക്കളും സഹോദരൻ റിങ്കുവിന്റെ മക്കളും എല്ലാവരും ചേർന്ന് അടിച്ചുപൊളിച്ചാണ് പിറന്നാൾ ആഘോഷിച്ചത്. കൊട്ടാരത്തിലെ ഏറ്റവും ലക്ഷറിയായ മുറികളിലൊന്നായ രാജകുമാരിയുടെ മുറിയിലായിരുന്നു റിമിയും കുടുംബവും താമസിച്ചത്. ഓരോ മനോഹരമായ കാഴ്ചയും റിമി വീഡിയോയിലൂടെ ആരാധകർക്ക് കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമായിട്ടും അതിപ്പോഴും അതിന്റെ പഴമയോടെ നിലനിർത്തി പോരുകയാണ്. അതാണ് ഇതിന് ഇത്രയും കോസ്റ്റ് എന്ന് റിമി വീഡിയോയിലൂടെ പറയുന്നു. ഒരു ദിവസം മുഴുവൻ റിമിയും കുടുംബവും കൊട്ടാരത്തിൽ ചെലവഴിച്ച ശേഷമാണ് തിരിച്ചുപോയത്. ആനയുടെ ചിത്രം വെച്ച കേക്കാണ് റിമിയുടെ ബർത്ത്ഡേക്ക് മുറിച്ചത്. ഏറ്റവും ആയുസ്സുള്ള ആനയെ പോലെ തന്നെ റിമിക്കും അത്രയും ആയുസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടായിരുന്നു കേക്ക് മുറിച്ചത്. ഈ വീഡിയോ ഇടുന്നതും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയല്ല. നാളെ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിമി വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതേസമയം അടുത്തിടെ തന്റെ വരവിനെയും ചിലവിനെയും കുറിച്ചെല്ലാം റിമി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഞാൻ വരവറിയാതെ ചിലവറിയിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഇതാരും മാതൃകയാക്കരുതെന്നാണ് റിമി പറയുന്നത്. വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് ഞാൻ എന്ന് അടുത്തിടെ റിമി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചെലവ് ചെയ്യുന്ന ആളാണെന്ന് റിമി പറയുന്നുണ്ട്. ഞാൻ വരവറിയാതെ ചിലവഴിക്കും. ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ. അത് നന്നായി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ചെലവാക്കിയില്ല എങ്കിൽ എപ്പോൾ ചെലവാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക. യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവിടുന്നത്. പിന്നെ ഒരു പെർഫോമറാണ് ഞാൻ. അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചെലവാക്കുമെന്നും റിമി പറഞ്ഞിരുന്നു. ഗാനമേളകളിലൂടെയാണ് റിമി ടോമി ശ്രദ്ധ നേടുന്നത്. സ്റ്റേജ് ഷോകളിലൂടെയാണ് റിമി സിനിമയിലേക്ക് എത്തുന്നത്. നാദൃശ്യാണ് റിമി മീശമാധവലെ ചിങ്ങമാസം എന്ന പാട്ട് പാടാനായി വിദ്യാസാഗറിനും ദിലീപിനും നിർദ്ദേശിച്ചത്. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവടുവയ്പ് നടത്തിയത്.